ഹലോ ഡിയർ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു സ്നാക്ക് ഐറ്റം പ്രിപ്പയർ ചെയ്താലോ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉള്ളിവടയാണ്. ഉള്ളിവട നമുക്കിത് നാടൻ ചായക്കട സ്റ്റൈലിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ 2 മീഡിയം സൈസ് സവോള എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വളരെ തിൻ സ്ലൈസസ് ആയിട്ട്, എത്ര തിന്നാക്കാവോ അത്രയും തിൻ സൈസസ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ഉപ്പൊക്കെ ഇട്ട് അതിൽ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ അതിനു വേണ്ടി ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ഈ സവോളയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കൈവച്ച് തന്നെ നന്നായിട്ട് നമ്മളത് നല്ല രീതിയിൽ ഒന്ന് പിഴിഞ്ഞെടുക്കുക. ഈ ഉപ്പ് നല്ലതായിട്ട് ഈ സവോളയിലേക്കെല്ലാം മിക്സായി അതിൽ നിന്നൊരു വെള്ളം വരുന്ന പാകത്തിന്, അതായത് സവോളയുടെ നീര് വരുന്ന പാകത്തിൽ വേണം നമ്മളിത് എടുക്കാനായിട്ട്. അപ്പോൾ അതിനുശേഷം ഒരു 15 മിനിറ്റ് നേരം നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അപ്പോൾ ആ ഒരു ടൈമും കൊണ്ട് ഈ സവോളയിൽ നിന്നുണ്ടായിരിക്കുന്ന നീരെല്ലാം മാറി നല്ല സോഫ്റ്റായിട്ട് സവോള കിട്ടും. അപ്പോൾ ഒരു 15 മിനിറ്റ്സിലേക്ക് നമ്മളത് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു 15 മിനിറ്റ്സ് ആവാറായി. അപ്പോൾ ആ ടൈമിൽ നമുക്ക് വെളിച്ചെണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ നല്ല രീതിയിൽ നമുക്ക് ചൂടാക്കാനായിട്ട് അടുപ്പിലേക്ക് വെക്കാം. അപ്പോൾ ആ ടൈമും കൊണ്ട് നമുക്ക് സവോള ഉള്ളിവട പാകത്തിലേക്ക് ആക്കിയെടുക്കാം. അപ്പോൾ അത് നല്ല രീതിയിൽ അതിൽ നിന്ന് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ നന്നായിട്ട് അതിൽ നിന്ന് പിഴിഞ്ഞ് മാറ്റുവാണ്. സവോള അതിൻ്റെ നീരൊക്കെ പിഴിഞ്ഞ് നല്ല രീതിയിൽ വേറൊരു പാത്രത്തിലേക്ക് നമുക്കത് മാറ്റിയെടുക്കാം. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ പറയുന്ന ഉള്ളിവട പ്രിപ്പയർ ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു റിക്വയർമെൻറ്റ് അനുസരിച്ച്, അപ്പോൾ നമുക്ക് ഈ ഒരു 2 മീഡിയം സൈസ് സവോളയ്ക്കാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 7 മുതൽ 8 ഉള്ളിവട വരെയാണ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത്. ഒരു ചെറിയ സൈസിലുള്ള 7 മുതൽ 8 വരെയുള്ള സവോള ഉള്ളിവടയാണ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ എത്രത്തോളമാണ് വേണ്ടത് ആ പാകത്തിന് സവോള അതനുസരിച്ചിട്ടുള്ളതൊക്കെ എടുക്കുക. അപ്പോൾ നമ്മളിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് നല്ല രീതിയിൽ അതിൻ്റെ നീരെല്ലാം പിഴിഞ്ഞെടുത്തതിന് ശേഷമാണ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ കണ്ടാൽ അറിയാം നന്നായിട്ട് അത് സോഫ്റ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ നീരെല്ലാം മാറി നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഉപ്പ് ഒത്തിരി ഇട്ട് നമ്മൾ എടുക്കരുത്, കാരണം ഇതിലേക്ക് നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുന്നില്ല. പക്ഷേ ആ ഒരു ഉള്ളിവടയ്ക്ക് ഉപ്പിൻ്റെ ടേസ്റ്റ് കൂടുതലായിട്ട് നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് ഒത്തിരി വേണ്ട, പാകത്തിനിടുക. അതിന് ശേഷം നമ്മൾ മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. പച്ചമുളക് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ചിലർ മുളക് പൊടിയും പച്ചമുളകും ഇടുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ഓപ്ഷനാണ്, എരിവനുസരിച്ച്. അതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത്, കറിവേപ്പില, പെരുംജീരകമാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മളൊരു 4 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർക്കുന്നത്. അപ്പോൾ മൈദയും കടലമാവ് മിക്സ് ചെയ്ത് ചേർക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ തട്ടുകടകളിൽ അല്ലെങ്കിൽ ചായക്കടകളിലൊക്കെ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ പൊതുവെ ഉണ്ടാക്കുമ്പോൾ മൈദയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ മൈദ മാത്രമേ എടുത്തിട്ടുള്ളൂ. കടലമാവ് വേണമെന്നുള്ളവർ ഒരു 2 ടേബിൾ സ്പൂൺ മൈദ എടുക്കുക, 2 ടേബിൾ സ്പൂൺ കടലമാവ് എന്ന ഭാഗത്തിനെടുത്ത് അത് മിക്സ് ചെയ്യാം. അപ്പോൾ നന്നായി ഇത് മിക്സ് ചെയ്ത് അതിലേക്ക് ചേർക്കുക. ആവശ്യമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം ചൂടായ എണ്ണയിലേക്ക് ചെറിയ രീതിയിൽ നമ്മൾ ചെറിയ സൈസിലെടുക്കുക. അതിനുശേഷം ഒന്ന് ചെറുതായിട്ട് പരത്തി കൊടുത്ത് നമ്മളിത് എണ്ണയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൈ നന്നായി നമ്മുടെ ഒന്ന് നനച്ചതിന് ശേഷം നമ്മൾ ആ കുഴച്ച് കഴിഞ്ഞിട്ട് കൈ നന്നായിട്ടൊന്ന് നനച്ചിട്ട് ആ വെള്ള പാകത്തോടു കൂടി വേണം നമ്മളിത് പരത്തിയെടുക്കാനായിട്ട്. അപ്പോഴായിരിക്കും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ അത് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടു വരികയും ചെയ്യും. അതോടൊപ്പം തന്നെ നല്ലൊരു പാകത്തിലത് കിട്ടുകയും ചെയ്യും. ആ ഒരു ഷേപ്പൊക്കെ കറക്റ്റാക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് പ്രിപ്പയർ ചെയ്യാനായിട്ട്. കാരണം സവോളയാണ് ചൂടായ എണ്ണയിലേക്ക് ഇടുമ്പം തന്നെ അത് നല്ല ക്രിസ്പായിട്ട് വരും. പക്ഷേ അതിൻ്റെ ഉള്ളിൽ വേകാതെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ എണ്ണ ഒത്തിരി കുടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഇത് പ്രിപ്പയർ ചെയ്തെടുക്കുക. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് 2 സൈഡ് നന്നായിട്ട് പാകത്തിനൊന്ന് മൊരിയിച്ചെടുക്കുന്ന രീതി വേണം എടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് ഒരു ചെറിയ ക്വാണ്ടിറ്റിയിലാണ് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും സവോളയുടെ ക്വാണ്ടിറ്റി എല്ലാം അതനുസരിച്ചിട്ട് നമ്മൾ കൂട്ടി എടുക്കുക. അപ്പോൾ ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഈ ഒരു രീതിയിൽ നമ്മൾ മാവ് ഇടുന്നുണ്ട്, പക്ഷേ സവോളയുടെ കണ്ടൻറ്റാണ് കൂടുതലായിട്ട് വരുന്നത്. ചില ആളുകൾക്ക് അങ്ങനെയുള്ള ഉള്ളിവട കഴിക്കാൻ ഇഷ്ടമുണ്ട്, ചിലർക്ക് മാവ് കൂടുതലായിട്ട് വരും. നമ്മൾ പുളിപ്പിച്ച മാവൊക്കെ വരുന്ന രീതിയിലുള്ള ഉള്ളിവട പ്രിപ്പയർ ചെയ്യാറുണ്ട്. അപ്പം അത് നമുക്ക് കുറച്ചും കൂടി മീൻസ് ഇങ്ങനെ പുളിപ്പിച്ച ഫുഡൊക്കെ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അവരെയും കൂടി കൺസിഡർ ചെയ്ത് ആണ് നമ്മൾ ഈ ഒരു മെത്തേഡ് പ്രിപ്പയർ ചെയ്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചൂട് ചായയോട് കൂടി വളരെ ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിവട കഴിക്കാം. നല്ല ടേസ്റ്റാണ്. അതോടൊപ്പം തന്നെ വളരെ സിമ്പിളാണ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. നമുക്ക് വീട്ടിൽ ഡെയിലി അവൈലബിൾ ആയിരിക്കുന്ന ഐറ്റംസ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു.